ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എന്താ നമ്മൾ എണീറ്റു, ഫ്രഷായി, നമുക്ക് സ്കിൻ കെയർ ചെയ്യണം, ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ. ഓക്കെ ഗൈസ്, ഒരു 6:30 ആയിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്നറിയോ, എൻ്റെ കണ്ണ് കുറച്ച് വീങ്ങിയായിരിക്കുകയാണ് ഈ കണ്ണ്. ഇന്നലെ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഫുഡ് ചപ്പാത്തിയായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും കഴിച്ച് ലൈക്ക് പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു, വേറെ കറി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പീനട്ട് ബട്ടർ കഴിക്കാനുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ പ്രോട്ടീൻ അല്ലേ എന്നും പറഞ്ഞ് ഞാൻ കുറച്ചെടുത്ത് കഴിച്ച്. നൈറ്റ് ഇപ്പം ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. കഴിച്ച് ഒരു 9, 9:30, 10 മണിയായപ്പോൾ എൻ്റെ കണ്ണൊക്കെ കയറി അങ്ങ് തടിച്ച്. ഇവിടെ ഇത്രയും തടിച്ച്. ഞാൻ അലർജി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് അലർജി ടെസ്റ്റ്. പക്ഷെ അലർജി ടെസ്റ്റിലൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പീനട്ട് ബട്ടർ എനിക്ക് അലർജി ആയിട്ട് കാണിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ പീനട്ട്. പക്ഷെ എന്തായാലും പീനട്ട് എന്നെ ചൊരിച്ചു. ചപ്പാത്തി ആണെന്ന് വിചാരിക്കുക, കാരണം ചപ്പാത്തി ഞാൻ ഓൾറെഡി കഴിച്ചായിരുന്നു. മീൻസ് ചപ്പാത്തി മെനിങ്ങാന്ന് ഞാൻ എപ്പോഴും കഴിക്കണം, അതൊന്നും എനിക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷെ പീനട്ട് ബട്ടർ എൻ്റെ കണ്ണൊക്കെ തടിച്ച് ഭയങ്കര പാടായിരുന്നു. രാവിലെ യോഗ ഉള്ള ദിവസമാണെങ്കിൽ ഞാനൊരു രാവിലെ എണീക്കും കേട്ടോ, 5 മണിയൊക്കെ എണീക്കും. കാരണം എൻ്റെ കണ്ണ് തടിച്ചിരിക്കണോണ്ടേ ഞാൻ വിചാരിച്ച് നമുക്കൊരു ഐ മാസ്ക് ഒക്കെ വെച്ചോണ്ട് നിൽക്കാം. കാരണം കുറച്ച് ഇതാണ് മറ്റേ ഒരു പഫിനെസ് പോവാനും എല്ലാത്തിനും. എന്തൊരു സുഖമെന്നറിയോ, ഒരു സംഭവമാണ് കഴിച്ചത്. അപ്പം എന്താ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പു രാവിലെ പോകുമ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറും പഴവും കൂടെ കഴിച്ചുകൊണ്ട് പോകും. ഞാൻ മറ്റേ ബ്രെഡാണ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, അത് കഴിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഇത് എന്തോന്നും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പോയി ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുമ്പം ഇതങ്ങ് സെറ്റാവും. ഗുഡ് മോർണിംഗ്. ഓക്കെ, അത് ഇന്ന് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ്. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് 8:15 ഇറങ്ങും. അതിന് ഈ 6-6:30 റെഡി ആയിട്ട് നിൽക്കും. അതെന്താണെന്നോ അവൻ പണ്ടേ ഉള്ള അവൻ്റെ ശീലമാണ്. ഇത് കണ്ടായിരുന്നു മിട്ടാപ്പൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇവിടെ. അമ്മ ഇന്നെന്തരമ്മ പലഹാരം? ലെറ്റ്സ് മേക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോണ റാഗി സ്മൂത്തിയാണ്. എനിക്കത് കുടിക്കുമെന്ന് വെച്ചാൽ വയറ് ഭയങ്കര എൻ്റെ ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യേ. വയറ് ഭയങ്കര ലൈറ്റായിട്ട് സട്ടിലായിട്ട് ഫീൽ ചെയ്യും. അപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 1.5 സ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഇങ്ങനെ കൂരവ് ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ തലേ ദിവസം നട്ട്സ്, അതായത് ആൽമണ്ട്, വാൾനട്ട്, അതൊക്കെ വെള്ളത്തിട്ട് കുതിർത്ത് വയ്ക്കുക. ഇത് കുറുക്കിയതിന് ശേഷം പഴവും ഈത്തപ്പഴം, നമ്മുടെ നട്ട്സ് ഉള്ള നട്ട്സ് എന്തെങ്കിലും കപ്പലണ്ടി ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം, മുന്തിരി ഉണ്ടെങ്കിൽ ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ അത് കഴുകിയിട്ടിടാം. അതൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്താൽ കുടിക്കാം. പിന്നെ പാലൊഴിക്കുന്നവർക്ക് പാലൊഴിക്കാം, വെള്ളം ഒഴിക്കുന്നവർക്ക് വെള്ളം ഒഴിക്കാം. ഇല്ലെങ്കിൽ എന്നെ പോലെ ലാക്ടോസ് അലർജി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലാക്ടോസ് ഫ്രീ മിൽക്ക് കിട്ടും, അത് വാങ്ങിച്ചൊഴിച്ചാൽ. ഇത് ഇതാക്കും കുറച്ച് കട്ട് ചെയ്യും. എൻ്റെ കോൺസെൻട്രേഷൻ വീഡിയോ കൂടെ എടുക്കണുണ്ട്, കോൺസെൻട്രേഷനെ ബാധിച്ചു. അപ്പം ഇനി ഇത് കുറുക്കി ഇത് തണുത്ത് അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഗുഡ് മോർണിംഗ്. ഹായ്. അവൻ ആവശ്യമില്ലാത്തടത്ത് അവൻ്റെ എനർജി വേസ്റ്റ് ചെയ്യൂല. അതായത് ആവശ്യമുള്ളിടത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. ചിലടത്ത് അങ്ങനെ സംസാരിക്കാറുണ്ടായെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് അവൻ്റെ അമ്മയുടെ അടുത്തും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അപ്പൂൻ്റെ അടുത്ത് സംസാരിക്കുക. എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ആവശ്യം മീൻസ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വന്ന് പറയും. പുട്ടും കടലയല്ലേ, കടലയാണ് വേണം. എത്ര മണിക്കാണ് നിനക്ക് സ്കൂളിൽ ക്ലാസ്? 9:45. അതിന് നീ എന്തിനാണ് ഇവിടെ നിന്ന് 8 മണിക്ക് പോണ? 8 മണിക്കല്ല, 8:15 നടക്കണ്ടായിരുന്നു. ഇവിടെ നടന്നാണ് പോണത്. അത് പണ്ട് മുതലേ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരുടേതാണ്. ഇവിടെ നിന്ന് പനൂര് പഠിക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഈ സ്കൂൾ വരെ?
1-2 കിലോമീറ്റർ അത്രേ വരുള്ളൂ. അപ്പം അത്രയും അവർ നടന്നാണ് പോണത്. അപ്പം ഇവിടെ പനവൂര് ബസ്സില്ല ആ ടൈമിൽ. അപ്പം അവർ നടന്നാണ് പോകണം. മഴക്കോള് എന്താ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല, വ്യക്തമല്ല, ഭയങ്കര മഴക്കോള്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ മൈ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് ഒരു 8 മണിയാകുമ്പം വരും. ഒരു 8 മണിയാകുമ്പം വരും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റാഗി സ്മൂത്തി. റാഗിയിൽ എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷെ എന്നുവെച്ചാൽ നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കൂല. പിന്നെ ലൈക്ക് നമുക്ക് ഭയങ്കര ഫുള്ളറായിട്ട് ഫീൽ ചെയ്യുന്ന വെച്ചാൽ വയറ് നിറഞ്ഞ അമങ്ങ കണക്കല്ല, നമുക്ക് കുറച്ച് വയറ് നല്ല നിറഞ്ഞ കണക്കും ആൻഡ് ഓൾസോ ഭയങ്കര വയറ് ലൈറ്റ് വെയിറ്റ് ആയിട്ടും പിന്നെ പെട്ടെന്നൊന്നും വിശക്കൂല. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡാബി സ്കൂളിൽ പോകാൻ റെഡിയാണ്. എന്തരാ വീടണ? സൺസ്ക്രീൻ ഇടണ്ട ഗൈസ്, സൺസ്ക്രീൻ. ഓക്കെ, ഡാബി നീ ഇടണ സൺസ്ക്രീൻ കാണിച്ചതാണ് ഗൈസ്. ഇതാണ് ഫോട്ടോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ടിൻഡഡ് സൺസ്ക്രീൻ ഒക്കെ ഇടുള്ളൂ. എടാ നീ ഇതല്ലല്ല മുമ്പ് വേറെ ഒരെണ്ണയിൽ ഇട്ടുകൊണ്ടിരുന്ന ഗൈസ്, UV ഡോഗ്സ്, അതാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അബീര സൺസ്ക്രീൻ. അബിക്ക് വേറെ സ്കിൻ കെയർ ഒക്കെ ഉണ്ട്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അപ്പം മാമി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അക്കോബി ഇവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ വെക്കേഷൻ മാത്രമേ നിൽക്കുകയുള്ളായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അമ്മമാരൊന്ന് സ്കൂളിൽ പോകാൻ. ഓ, ഇത് കണ്ട ഈ സിറ്റ് ഔട്ട് കാണിക്കണ. നീ ഇത് കാണിച്ചു തന്നെന്നറിയോ? എവിടെയെങ്കിലും ഇട്ടേക്കണ പേപ്പർ ഇതേണൊക്കെ എടുത്തോണ്ട് വന്ന് ഇങ്ങനെ കടിച്ച് പിന്നിടും ഇവള്. നോക്കട്ടെടാ. അടുക്കള വഴി പോയി അവൻ യൂണിഫോം ഒക്കെ ഇട്ടുണ്ടെങ്കിൽ കാണിക്കാൻ വിചാരിച്ചാണ്. അവന് നാടാണ്. പിന്നെ ഞാൻ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്, അക്കു നല്ലതാണല്ലോ കാണാൻ. എന്തൊരു വർത്താനം, ഇവിടെ മനുഷ്യരെന്ന് ഇവിടെ ഞാൻ വെറുതെ ജീവിച്ചിരിക്കല്ലേ. ഞാൻ ഉണ്ട്, എൻ്റെ പേത്തല അമ്മ, എൻ്റെ പേത്തല അനിയൻ, എൻ്റെ ക്രാക്ക് ഹസ്ബൻഡ്, ഇവരൊക്കെ ഇത് എന്തോന്നു. അക്കു മാത്രം. പിന്നെ അക്കുന് ഭയങ്കര ഗേൾ ഫ്രണ്ട്സ്. എനിക്കത് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യണേ, ചേച്ചി അക്കു കുക്കു, അതൊക്കെ ചെറുക്കനാണ് ഗൈസ്. വേണ്ട, നമുക്ക് നല്ല പയ്യന്മാരെ കിട്ടും. ഓക്കെ, ഞാൻ പോയി എൻ്റെ അണ്ടാവിൽ വെള്ളം നിറയ്ക്കട്ടെ കുടിക്കാനുള്ള. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ എൻ്റെ അമ്മയ്ക്ക് ഇതേണക്കത്തൊരു ടിന്നും ഉണ്ട്, ഇതേണക്കത്തൊരു പാത്രമുണ്ട്. സെയിം ഈ കറി, അവർക്ക് മാറ്റമൊന്നുമില്ല, മനസ്സിലായ? എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്പൊ പുളിശ്ശേരി നിങ്ങൾ അപ്ഡേറ്റ് ആക്കി. പണ്ട് പുളിശ്ശേരിയില്ല കൈസ്, ഇവർ ഒഴിച്ചുകൂട്ടാന്ന് പറഞ്ഞൊരു കള്ളക്കറി വെച്ച് തരും. ഇതാരക്കുണ്ടേ അമ്മ ഷൂ ആണ്. ആര് സുന്ദരി പെണ്ണുങ്ങളാ കൈസ്. എൻ്റെ കുഞ്ഞത്തോട് പ്രസവിച്ച അവളെ 4 മക്കളുണ്ട്. അപ്പൊ അവളെ നാളെ കോൺവെന്റിലോട്ട് മാറ്റണം. അയ്യോ ഒന്നുമില്ലടാ, ഇതേപോലെ ചതിയായിരുന്നു പണ്ട് വരെ. ഞങ്ങൾ ഇതൊക്കെ ചതിക്കുമായിരുന്നു. അമ്മ നിങ്ങളുടെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ടമ്മ ഇങ്ങനെ അമ്മയ്ക്ക് ചോറ് വയ്ക്കരുതെന്ന്. മുട്ടയും വിഴുക്കും പുളിശ്ശേരി കുഴപ്പമില്ല, നമുക്ക് മുട്ടയൊന്നും ഇല്ലായിരുന്നു. ഇത് വിഴുക്കായിരുന്നു. വിഴുക്ക്, അച്ചാറ്, തൈര്. തൈരില്ലാത്തൊരു ദിവസമില്ല സ്കൂളിൽ പോകാൻ. ഓ ഗൈസ്, എത്ര നേരമായെന്നറിയോ? അവ 6:30 മുതൽ അവ ഒരുങ്ങാൻ തുടങ്ങി. അവൻ കുറേ മുടി ഇങ്ങോട്ട് ഇടുന്നു, ഹെയർ സെറം ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു. അവൻ വീട്ടിൽ പോയി ഒരുങ്ങി റെഡി ആയിട്ട് വന്നു. ഞാനിനി എൻ്റെ ഹസ്ബൻഡ് വരുന്നേ കാത്താണ് ഇരിക്കുന്നത്. ഹസ്ബൻഡ് വന്നിട്ട് വേണ്ടി മേലെ കയറി പോയി ബാക്കി ചെയ്യും. ഇത് എന്തായിരുന്നു ന്യൂ ഹെയർ കട്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഒരുമിച്ച് അങ്ങ് വെട്ടിയിട്ട് കൊടുത്തതാണ്. ഇത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ അടുക്കളയിലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. ഞങ്ങൾക്ക് മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയില്ല, മഞ്ഞപ്പൊടിയില്ല, കുരുമുളക് പൊടിയില്ല, ഗരം മസാലയില്ല, ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ ഈ സ്ത്രീയുടെ ഒന്നും വാങ്ങിയില്ല, ഞാൻ തരേയില്ല. ഉപ്പില്ല, പക്ഷെ ഉപ്പ് ഞാൻ ഇന്നലെ വാങ്ങിച്ചു. പിന്നെ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ്. അവർ സ്കൂളിൽ പോകണം. ടാറ്റാ. അക്കു ഇറങ്ങി ഓടി. ബൈ ഉമ്മ, ലവ് യു. നല്ലോണം പഠിക്കൂ. നോ ഗേൾ ഫ്രണ്ട്സ്, നോ ഗേൾ ഫ്രണ്ട്സ്. ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞോണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ, ഇനി ഒരു ഇത് കുടിക്കുക, ചൂടുള്ള എന്തെങ്കിലും, എങ്കിലേ നമുക്ക് കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോകുന്നു. ഇതാണ് ഇത്. ലൈക്ക് ട്വിന്നിങ് എന്നാണ്, ട്വിന്നിങ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലെമൺ ജിഞ്ചർ ഇൻഫ്യൂഷൻ ആണ്.
ഞാൻ ഇതിൻ്റെ കെമോമൈൽ ടീയാണ് കുടിച്ചത്. കാരണം എനിക്ക് ഡയറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ലക്ഷ്മി ചേച്ചി സജസ്റ്റ് ചെയ്തത് കെമോമൈൽ ടീയും പിന്നെ സ്പിയർമിൻറ്റ് ടീയാണ്. അപ്പം അതാണ് ഞാൻ കൂടുതലും കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ടേസ്റ്റ് ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതുമുണ്ട്. ഇതാ കെമോമൈൽ ടീ ഉണ്ട്, കെമോമൈൽ ടീ ഉണ്ട്, ഈ ഒരു ജിഞ്ചർ ടീ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. ഓക്കെ ഗൈസ്, ഇത് എനിക്ക് പുറത്ത് വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ത്രൂ ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നത്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വേണമെന്നുണ്ടെങ്കിൽ ടാഗും എല്ലാം കൊടുത്തേക്കാം. സോ നമുക്കിനി ഇതും കൊണ്ട് മേലെ പോയി റെഡിയാകുമ്പോ ഞാൻ സിറോ ഇട്ട് ഐ മാസ്ക് ഇട്ടുകൊണ്ടല്ലേ പോയത്. അപ്പം ഇനി ലൈക്ക് ആ സിറോ ഒക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം കൊടുത്തു. കുറച്ചധികം ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് എനിക്ക് ലൈക്ക് അക്വബിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഞാൻ അപ്പു വന്നിട്ട് ഇങ്ങോട്ട് കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അപ്പു ഇനി വരാൻ ടൈം എടുക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇതാ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ സൺസ്ക്രീന്. ഞാൻ ആദ്യം ഇട്ട സിറം നിങ്ങൾ കണ്ടിട്ട് ഞാൻ ടിറേന്ന് ഫ്രീ മറ്റേ പോയിന്റ്സ് കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടില്ല. അങ്ങനെ ഞാൻ വാങ്ങിച്ച ടോറിഡൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ടോറിഡൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൊറിയൻ ബ്രാൻഡിൻ്റെ ഒരു ഹയർലോണിക് ആസിഡ് സിറമാണ് ഞാൻ മോർണിംഗ് ടൈമിൽ ആക്റ്റീവായിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാറില്ല. വൈറ്റമിൻ സി യൂസ് ചെയ്യും ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 3 ദിവസം. ഓക്കെ, 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസം, 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ വെയിലത്തിറങ്ങി എന്തെങ്കിലും വെയിൽ കൊള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടൂല. ആൻഡ് ഇത് എപ്പി സോഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. നിങ്ങളിനി പറയണ്ടല്ലോ, ഞാൻ കുറേ തവണ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വിത്ത് പ്രൊട്ടക്ഷനോടെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ മണ്ടിയിൽ ഞാൻ ടിൻഡർ സൺസ്ക്രീൻ ഇടും. അപ്പം എനിക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പു വരുമ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുക. അതാകുമ്പോഴത്തേക്ക് എനിക്ക് വന്ന ഉടനെ അപ്പു വരുമ്പോഴത്തേക്ക് എനിക്ക് ലൈക്ക് അപ്പു റെഡി ആയിട്ടാകും ഞങ്ങൾക്ക് അങ്ങ് ഒരുമിച്ച് പോവാം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. സോ ഗൈസ്, നമ്മളെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതിന് മുമ്പ് എനിക്ക് സാധനമൊക്കെ കാണുമ്പോൾ എനിക്ക് നിഷ ചേച്ചിയുടെ അവിടെ ഈ സാരി ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. നല്ലൊരു പിങ്ക് വൈറ്റ് സാരിയാണ്. ഞാൻ നോക്കണത് എന്നെ കിട്ടണുണ്ടോ കാണണുണ്ടോന്നാണ്. അതിൻ്റെ ഇത് ഈ ഒരു പിങ്കും അകത്ത് താമരയുടെ പ്രിന്റാണ് വരുന്നത്. അപ്പം അതിന് സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നെ അമ്മയും വന്നത്, അമ്മയ്ക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എന്തായാലും ഇത് ബ്ലൗസ് ചെയ്യുമ്പോൾ കുറച്ച് സാധനം ബ്ലൗസുകൾ തയ്ക്കാൻ കൊടുത്തേക്കണം, അതൊക്കെ വാങ്ങണം. അപ്പം നമുക്ക് പോവാം. ഗൈസ്, ഇവിടെ ഞാൻ മയില് വരും എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. അതിന് അത്രയും അച്ഛനൊക്കെ ഭയങ്കര ബഹളം. ഞാൻ കാണിച്ചു തരാം, നോക്കിയാണ് ആൺമയിലാണേ. ദിസ് ഇസ് മോനപ്പൻ. നമ്മൾ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ. അയ്യോ, ഇത് കണ്ട ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഞാൻ എൻ്റെ സൺസ്ക്രീൻ നമ്മൾ ഇപ്പം പുതുതായിട്ടൊരു ഇത് ചെയ്യും. റിവ്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് മീൻസ് കമൻറ്റ് അനുസരിച്ചിട്ടാണ് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യണം. അതായത് ഇപ്പം ഞാൻ മുമ്പൊക്കെ എനിക്ക് നോക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ വൈറലാവണത് അല്ലെങ്കിൽ നോക്കി എന്തെങ്കിലും പ്രോഡക്ട്സുകൾ വാങ്ങിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എന്ത് ആണോ നിങ്ങളുടെ ആവശ്യത്തിന് റിവ്യൂ ചെയ്യണം. അപ്പം ഇപ്പം എന്താ ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ, ഇത് ഓൾറെഡി ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്യണം. അപ്പം ഇതിങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ ആ ബോട്ടിലേ കാണാനില്ല. ഈ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പം അബിയൊക്കെ സ്കൂളിൽ നിന്ന് വരും. അതുവരെ ഞങ്ങൾ ഒരു സിനിമ ഉണ്ട് കേട്ടോ. ഇപ്പം ഇന്നലെ ഇന്നുമായിട്ടാണ് കണ്ടത്, ടൈം കിട്ടിയില്ല. ഇപ്പം കുറച്ച് നിന്ന് കണ്ട്. സിനിമയുടെ പേര് കറക്കം. നിങ്ങളത് കാണണം. എന്നിട്ട് നിങ്ങളതെന്നെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് മെൻഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് കണ്ടത് നിങ്ങൾ അത്രയും നിങ്ങൾക്ക് വാല്യൂ ഉള്ളൊരു ഇതാണ് കാണുന്നത്. സോ ഗൈസ്, നമ്മുടെ മോനപ്പം വീണ്ടും മുകളിൽ വന്ന് വിശന്നിട്ട് വരണേണേ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ പട്ടിപ്പടകൾ സമ്മതിക്കൂല ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അച്ചു ഇത് കണ്ടില്ല. കണ്ടാമ കണ്ടില്ലെങ്കിൽ ഇപ്പം ഞവിച്ചോണ്ട് ചാടിയാണ്. അവൻ ഇത്തിരി കൊടുക്കേ ചോറൊന്നും അവന് ചോറ് കൊടുത്തു തുടങ്ങാൻ മാറാണ്. ഇത് കൊടുക്കുക അവന് എന്തെങ്കിലും. അമ്മ ചോറും അരിയും ചോറും. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ വളയ്ക്കണം അമ്മയ്ക്കും അപ്പന്. അയ്യോ കഷ്ടം. പാവം. ഒരു മയിലിനെ കണ്ടപ്പോ നിങ്ങൾ എന്റെ പിള്ളേരെ അങ്ങ് മറന്നല്ലേ. ഗോതമ്പില്ല, കുറുക്കുണ്ടാ, കൂരവുണ്ടാ, എനിക്ക് പംകിൻ സീഡ്സ് ഉണ്ടാ.
നല്ല വയറ് വീക്ക തിന്നോണ്ട് പോടി. നീ നാളെ വരുമെങ്കിൽ നിനക്ക് ഞാൻ പയർ വാങ്ങിച്ചു ചോദിക്കാം. നമുക്കിപ്പോ ഒരു കൊറിയർ വന്നേ. എന്താ ഇത് കണ്ട? ഞാനിങ്ങനെ കുറേ നാളായിട്ട് വാങ്ങണോ എന്ന് വിചാരിക്കുകയായിരുന്നേ. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ ഹൂപ്സ് വാങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലോക്ക് കറക്റ്റ് ആവൂല. ഇതാകുമ്പോൾ കറക്റ്റ് ലോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ഇത് മൾട്ടി കളറാണ്. ഇതിൻ്റെ വേറെ മൾട്ടി പേസ്റ്റൽ, വേറെ ഡാർക്ക് കളേഴ്സും ഉണ്ട്, ഇതുണ്ട്. പക്ഷെ ഇതണക്കത്തെ ഹൂപ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇറ്റ്സ് നൈസ്. അങ്ങനെ നമ്മൾ ടീ ടൈം. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും മറ്റേ പാൽ കുടിച്ച അലർജി ഇല്ലേന്ന്. ഇത് എനിക്ക് കുടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. കടയിൽ നിന്നുള്ള പാലോ അങ്ങനെ കവർ പാല്. ഇത് നാച്ചുറൽ കൗ മിൽക്ക്. ഓക്കെ, ഇതെന്താ ഇവിടെ അക്രമാസക്തരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സ്കൂളിൽ പോയിട്ട് എന്തിനാ പഠിപ്പിച്ചടാ? പാടം ഗാന്ധാരി ഉലാവ് ഉണ്ടായിരുന്നല്ലേ? ശരിയാണല്ലേ, ഗാന്ധാരി ഉലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഇത് പറ, ഉള്ളടക്ക. ഉതുപ്പാന്റെ കിണർ തൂമാതേടും തൻ പാളാക്കി നറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചിടിൻ കോമാളാങ്കി. അമ്മ തന്നെ അമ്മ ഇങ്ങനെയൊക്കെ പാട്ടുണ്ടാ? ചുമ്മയാണ് ഇതൊക്കെ ഉണ്ടാ തന്നെ ഉണ്ടാ. ഞാൻ ചോദിച്ച ഗാന്ധാരി വിലാപത്തിന്റെ ഉള്ളടക്കം പറയാം. ഇയാള് ചുമ്മാ പറയാൻ ഏറെ കൈതിട്ട് പാടണല്ലോ. പറ അപ്പുട്ടാ, ഇല്ല കടി തരാം. കടി വേണോ പൊന്നു ചായക്ക്? പറ. എനിക്ക് കടി വേണ്ട വേണ്ട അപ്പുട്ട പറ. എന്തൊരു പോകാം പോകാം പോകാം, ആർക്കു വേണം ടിക്കറ്റ്? അര ടിക്കറ്റിന് വകയില്ല, 3 വയസ്സിന് മേലോട്ട് എന്റെ ചായ ഒന്ന് മുഴുവൻ ചാർജാണ് ഭയങ്കര അക്രമേ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര അക്രമം എന്ന് വെച്ചാൽ ഭയങ്കര. കാരണം അവള് കുഞ്ഞല്ലേ, ആ കുഞ്ഞൻ എന്തിനു കാര്യം പോയി നോക്കണേ. അപ്പൊ അതുകൊണ്ട് ഇയാള് പറയണേ മൂക്കിൽ കട്ടറും പഠിച്ചതേ കുറച്ചേരം ഉണ്ടായിരുന്നു. അപ്പൂട്ട് അവളെ പറയാൻ എന്താണ് നല്ലത് ഗൈസ്. അതായത് എനിക്ക് അച്ചുവിന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അച്ചു അങ്ങനെ എടുക്കാനും വരും അങ്ങനെയൊന്നുമില്ല. അച്ചു അങ്ങനെ ഒരു താല്പര്യം ആവശ്യമില്ല ആൾക്കാരെ എടുക്കണം അങ്ങനെ ഇങ്ങനെ. അങ്ങനെ അഫെക്ഷൻ അവൾക്ക് താല്പര്യമില്ല. പിന്നെ പോളോ എടുക്കാൻ നിന്നാൽ പുഴുവിന്റെ കണക്ക് ക്രീ ആക്ക്. പക്ഷെ എന്റെ കിങ്ങിനി അങ്ങനെയല്ല. അമ്മേരെ കിങ്ങിനി അവൾക്ക് ഭയങ്കര ഇതാണ്. അവള് ഭയങ്കര അഫെക്ഷൻ അവള് ഭയങ്കര സ്നേഹമാണ് അവള്. എന്താണ് ഗൈസ് തോളി കയറി ചെവി ഇന്നുക എന്നുള്ളത്. എന്റെ കമ്മലുള്ള അമ്മ കിട്ടാ കിളിങ്ങണ് ഗൈസ്. കിങ്ങിനിയുടെ അഭിയിട്ടേക്കണ പേര് ചിൽമണി. സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ ഒരു റോഡില് റംബൂട്ടാൻ വിൽക്കണ്ടായിരുന്നേ. അപ്പൊ റംബൂട്ടാന് വാങ്ങിച്ച് ഗ്ലൗസ് ഇട്ടേക്കണ്ടായിരുന്നു. അങ്ങനെ നല്ല എരിവുള്ള മുളക്. അപ്പം ഞാൻ അമ്പഴങ്ങി ഉപ്പിലിട്ട് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അതിന് എരിവ് കുറവ് വെച്ചാൽ ഞാൻ 2-3 കാരിമുളക് ഇട്ടുള്ളൂ. ഒന്ന് എനിക്ക് കാന്താരിയാണ്, അല്ലെങ്കിൽ തന്നെ നല്ല എരിവും കൂടെ ഉണ്ടെങ്കിൽ ഉപ്പിലിട്ടേനെ ഇതുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് 2 എണ്ണം, പഴുത്ത ഒരെണ്ണം പച്ച ഒരെണ്ണം കട്ട് ചെയ്തിടാണ്. ഈ ഗ്ലൗസ് ഇട്ടേക്കണ എന്താണെന്നറിയോ? എനിക്ക് ഭയങ്കരമായിട്ട് നീറും. എനിക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം നീറാതിരിക്കാനാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത്. നമുക്കിത് കട്ട് ചെയ്തിടാം. എരിവില്ല. ഇതാണ് എൻ്റെ അമ്പഴങ്ങയിൽ എരിവില്ല. അതാണ് പ്രശ്നം. ഞാനേ ജസ്റ്റ് ഒരു സ്പൂണോട് വെച്ച് ഇളക്കട്ടെ. ഇതാണ് നമ്മൾ അമ്പഴങ്ങ. എന്താ ഈ മുളവാണ് ഇട്ട് കൊടുത്തത്. ഉപ്പുണ്ട്, പുളിയുണ്ട്, പക്ഷെ എരിവില്ല. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പൂൻ്റെ വയറ് ബ്ലോട്ടഡ് ആയിട്ടിരിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ദഹിക്കാതെ എൻ്റെ വേണ്ട. അപ്പം എനിക്കും ചെറിയൊരു ബ്ലോട്ടിങ് ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഒരു കട്ടയിട്ട് ഇഞ്ചി ചായ കുടിക്കാന്ന്. കട്ടൻ ചായ എന്തെന്ന് വെച്ചാൽ കാണിച്ചത് ഇത് കണ്ട. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങളിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ ഒരു കൗതുകം കൊണ്ട് കാണിച്ചു തരണേന്ന്. ഞാൻ നമ്മളത്തെ അരിപ്പ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഇതെന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കണ്ട നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഇടാടാ. ഗ്രേറ്റ് ചെയ്ത് സീരിയസ്ലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചേക്കണേ ചെത്തി. കാരണം കുറച്ച് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഭയങ്കര ഉപയോഗമുള്ള സാധനം. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഉപയോഗം. കാരണം നമ്മൾ കുറച്ച് മതി, എനിക്കും അപ്പൂനും മാത്രം മതി. ഇഞ്ചി ഇട്ട് കുടിക്കണം നല്ലതാണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്.
ഓക്കെ, കാരണം എനിക്ക് ശരീരത്തിൽ നീരുണ്ട്, എനിക്ക് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു എനിക്ക് ബോഡിയിൽ എനിക്ക് ശരീരത്തിൽ നീരുണ്ട്. അത്രേ ഉള്ളൂ. എന്താ നിങ്ങളവിടെ കട്ടയിടുമ്പോൾ അത് ബ്രെഡ് വാങ്ങിച്ച് ചെയ്യണം. നിങ്ങളവിടെ കട്ടയിടുമ്പോൾ ഇതിടുക ഗൈസ്, കറുവപ്പട്ട ഞാൻ ഇടാറുണ്ട്, എനിക്കിഷ്ടമാണ്. പക്ഷെ എൻ്റെ അമ്മയെന്നുള്ളത്, എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. 2-3 കറുവപ്പട്ട ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര ഒരു ഇതായിരിക്കും, ഫ്ലേവേർഡ് നല്ലതാണ്. നമ്മൾ മധുരമൊന്നും ഒഴിച്ചല്ല കുടിക്കണത്. അപ്പം നമുക്ക് കുറച്ച് തോന്നും, എന്തൊക്കെ തോന്നും. ഓക്കെ, അപ്പം അതിലുള്ള അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്പഴെങ്ങനെയാണോ? ഓ, ഇപ്പം ഞാൻ കഴുകി. നീ ഇപ്പം മുളക് ഇട്ടിട്ട് നേരത്തെ ഒരെണ്ണം എടുത്തില്ലേ, ഞാൻ വീണ്ടും ഒരെണ്ണം എടുത്തു. മുളക് ഇട്ടിട്ട് മണം എരിവായില്ലേ? ഇപ്പൊ സെറ്റായില്ലേ? ഇന്നലെയൊക്കെ ഒരു പുളിപ്പ് മാത്രമല്ല, അപ്പൊ ഒരു സുഖം ഇല്ലായിരുന്നു കുടിക്കാനൊന്നും വേണ്ടിയിട്ട്. ഹായ് പോയി. അത് ഒടിയനാണ് ഗൈസ്, ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് മാറും. അപ്പൊ എന്തെങ്കിലും വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ പുലിയായിട്ടാ പോണ ഒടിയൻ അടിയേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേട്ടാ. ഫുഡ് കഴിച്ചിട്ട് നമ്മളിത് ഉറങ്ങാൻ പോകണം. നമ്മൾ മീൻസ് എനിക്കിനി സ്കിൻ കെയർ ചെയ്യാണ്ട് കുറച്ച് പരിപാടിയുണ്ട്. എനിക്ക് ഉറക്കം വരണില്ല. എനിക്കിനി ബുക്ക് വായിക്കാണ്ട്. ഞാൻ ഒരു ബുക്ക് ഇങ്ങനെ വായിക്കണം. ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ അടുത്താണ് കിടക്കണേന്ന് പറഞ്ഞ് ഞാൻ ഒരു സീരീസ് കണ്ട് അത് കണ്ട് പേടിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണ് കിടക്കണത്. അപ്പോൾ ചോദിക്കണം ഒമ്പടി തന്നെ എനിക്ക് അവ ഇവിടെ കിടക്കാന്ന്. പറ, സീരീസ് കൊള്ളാം, നല്ലത്. അങ്ങനത്തെ സാധനം എനിക്കൊരു മാരി മുതുക്ക് ചെറുക്കായിട്ട് പറക്കാം. എൻ്റെ ഇയറിങ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഊരാനേ തോന്നുന്നില്ല. ഭയങ്കര നല്ല ക്വാളിറ്റി. ആ കളറുമില്ല. ഞാൻ കുറേ റിവ്യൂസ് ഉണ്ട്, മീൻസ് കളർ പോണില്ല. ലൈക്ക് 1 year ആയി വാങ്ങിച്ച ഒരാൾ, അപ്പോൾ ഒരെണ്ണം മിസ്സായിപ്പോയി, ഞാൻ എഗെയിൻ റീപർച്ചേസ് ആണ്. കാരണം സെയിം ആ ക്വാളിറ്റി അതേ കണക്ക് എന്നെ കാണും. ഓക്കെ, അപ്പം അത്രേ ഉള്ളേ. ഞാനിനിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യട്ടെ. ബൈ. ഇത് കണ്ട് വേറെ ഒന്നുമില്ല, ഞാൻ സ്കിൻ കെയർ ചെയ്യണതിൻ്റെ ബേസാണ്. ഞാൻ ഒരാഴ്ചയിൽ 1, 2, 3 ഓക്കെ 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1 ടൈമിൽ ഞാൻ ഇതെനിക്ക് കൊളാജൻ ടോണർ പേർട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ സൈഡൊന്ന് ഡ്രൈ ആയതിനു ശേഷം നെറ്റിയിൽ വയ്ക്കും, ഇതെടുത്ത് താടിയിൽ വയ്ക്കും, ബാക്കിയെടുത്ത് കഴുത്തിൽ വയ്ക്കും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം എന്താ ഇത് കള്ളോറൊക്കെയാണ്. ഇപ്പം കണ്ണൂറ് നടന്നിട്ട് ഇപ്പം ഒന്നും അറിയാത്ത പോലെ കളയണം. അപ്പം ഞാൻ ബാക്കി എൻ്റെ ബുക്ക് വായിക്കണം. എനിക്ക് കണ്ണ് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം ഞാൻ കണ്ണിൽ മരുന്നൊഴിച്ചാണ് കിടക്കാൻ പോണത്. എനിക്ക് ഭയങ്കര ഈ കണ്ണ് ലെഫ്റ്റായി ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഇത് ഈ ബുക്ക് വായിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാറ്റിൻ നൈറ്റിയാണ് ഭയങ്കര കംഫർട്ടബിൾ. കാരണം നമ്മൾ ഈ ദേഹത്ത് തേച്ചുകൊണ്ട് വരണ ക്രീമോ അതും ഇതൊന്നും ഇങ്ങനെ കോട്ടൺ എനിക്ക് പറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൈറ്റ് ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യം ഇത് ലൈക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കാലാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കാല് വരണ്ട് വിണ്ട് നിങ്ങളുടെ ഉപ്പൂറ്റിയൊക്കെ ഒരു പരിവായി ഓസ്കാർ ലെവൽ ആക്ടിങ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറി അല്ലെങ്കിൽ നിങ്ങളുടെ കാല് ഭയങ്കര എൻ്റെ കോൺസെൻട്രേഷൻ കളയാതറോ. ഓക്കെ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഈ സിലിക്കോൺ സോക്സ് വാങ്ങിച്ചോ. വേറെ ഒരുപാട് കളേഴ്സിൽ കിട്ടും. ആൻഡ് ഇത് എങ്ങനെ ഇടണമെന്ന് വെച്ചാൽ ഞാൻ ആഴ്ച ഇപ്പം നമുക്കറിയാം നമ്മൾ ഫേസിൽ കെയർ ചെയ്യണ പോലെ നമ്മൾ കയ്യോ കാലോ കെയർ ചെയ്യൂല. അതായത് ഇപ്പം നമ്മൾ റെറ്റിനോൾ കയ്യിൽ സിറം ഇട്ട് കൊടുക്കുക, കാലിൽ ഇട്ട് കൊടുക്കുക, ഒന്നും ചെയ്യൂല. പക്ഷെ ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് റെറ്റിനോളൊക്കെ ഞാൻ യൂസ് ചെയ്യണേ എനിക്ക് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കയ്യില ഇട്ട് കൊടുക്കാറുണ്ട്. ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷിയ ബട്ടർ വാങ്ങാൻ കിട്ടും. അത് കാലിൽ തേച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് സോക്സ് ഇട്ട് അങ്ങ് സെറ്റ് ചെയ്യുക. ആൻഡ് എണീക്കുമ്പം കാല് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും. നിങ്ങളുടെ കുറേ ലൈൻസ് മാറി നിങ്ങൾക്ക് ഫീൽ ചെയ്യും.
ആൻഡ് ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പം നിങ്ങളുടെ കാല് നല്ലതാവും, ഭയങ്കര ഡ്രൈനെസ് ഒക്കെ മാറ്റും, ഭയങ്കര സോഫ്റ്റ് കാല് കിട്ടും. ആൻഡ് പിന്നെ ഇത് കിടക്കും ചിലർക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും സോക്സ് ഇട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ 2 ദിവസം ഭയങ്കര പാടായിരുന്നു അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കണ്ടിന്യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ഇല്ല നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ പറ്റുമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വല്ലതും സോക്സ് ഇട്ട് നിൽക്കാൻ നോക്കുക. ആൻഡ് ഈ സോക്സ് വാങ്ങിച്ചിട്ട് ഇട്ടുകൊണ്ട് നടക്കരുത്, കാരണം ഇത് തെന്നും. ഇത് ഇങ്ങനെ ഇതായതുകൊണ്ട് കാല് തെന്നും. സോ ഇതാണ് ഞാൻ രാത്രി ചെയ്യുന്ന മെയിൻ പരിപാടി. പിന്നെ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് എനിക്ക് ഡ്രൈ ആവണം, ഇതൊന്ന് അബ്സോർബ് ആയിട്ട് വേണം എനിക്ക് നെറ്റിയിൽ വയ്ക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.